ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ച ഈദും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചും കൊണ്ടുള്ളൊരു വ്ളോഗാണ്. ഒരുപാടൊന്നുമില്ല, അന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരു വെള്ളിയാഴ്ച പോലെ തന്നെയായിരുന്നു. പുറത്ത് പോയി ആഘോഷമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈവനിങ് പോയായിരുന്നു, അല്ലാതെ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അന്ന് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. സാധാരണ ഇവർക്ക് അച്ഛനും മക്കൾക്കൊക്കെ ഇഷ്ടം കൂടുതലും ഇഡ്ഡലിയും സാമ്പാറാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നും ഞാൻ വിചാരിച്ചു ഇഡ്ഡലി സാമ്പാർ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ അത് കഴിച്ചു. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ നല്ല മധുരം കഴിച്ചായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത റൂമിലെ ഫ്രണ്ട് അസ്മത്ത് രാവിലെ നല്ല ഉണ്ണിയപ്പം കൊണ്ടുവന്നായിരുന്നു. നല്ല ചൂടോടുകൂടി നല്ല മധുരമായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. അതെല്ലാം രാവിലെ എല്ലാവരും കഴിച്ചു. ഇനി കുറച്ച് ബാക്കിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർന്നപ്പോൾ അതും തീർന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഹാളിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇറങ്ങി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈദായതുകൊണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ നമ്മൾ ഹൈസയുടെ ഹാസിമിൻ്റെ റൂമിൽ ഈദ് സ്പെഷ്യൽ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പോയിരുന്നാണ് കേക്ക് കട്ട് ചെയ്തത്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. സാധാരണ നമ്മൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും കുട്ടികളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. ഒരു റൂമിൽ അവർ തനിയെ ഒന്നും ആഘോഷിക്കാറില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും, ബർത്ത്ഡേ ആയാലും എന്ത് വിശേഷപ്പെട്ട ദിവസങ്ങളായാലും എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത്. കാരണം ഈ വില്ലയിൽ നമ്മൾ അങ്ങനെയാണ്, ഷെയറിങ്ങും കെയറിങ്ങും ആണ്. നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് സവിത ഞങ്ങൾക്കും കൊടുത്തു വെച്ചായിരുന്നു കേക്കും പാലട പായസവും. അടിപൊളി ടേസ്റ്റായിരുന്നു പാലട പായസം. അപ്പോൾ അത് ഈ കേക്കും പായസമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ റോസ്റ്റും നെയ്ച്ചോറും ആയിരുന്നു. അപ്പം മട്ടൻ റോസ്റ്റ് ആയതുകൊണ്ട് മട്ടൻ ഞാൻ കുക്കറിലാണ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തും കൂടി ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചായിരുന്നു. പിന്നീട് നെയ്ച്ചോറിന് വേണ്ട റൈസ് നല്ലതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ അത് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മട്ടനൊന്ന് കുക്കായി വന്ന സമയത്ത് അത് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. ഇത് പുറത്ത് നിന്ന് കളിച്ചവരെല്ലാവരും നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും കളികളൊക്കെ പിന്നെ അവിടെയായിരുന്നു. സാധാരണ വെള്ളിയാഴ്ച ദിവസം ആരും പുറത്തിറങ്ങാറില്ല, കാരണം അച്ഛന്മാർ ഓഫുള്ള ദിവസമല്ലേ. അപ്പോൾ അവർ റൂമിൽ തന്നെ കളിയും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കും. അല്ലാത്ത ദിവസം എല്ലാവരും ഫുൾ ടൈം പുറത്ത് തന്നെ ആയിരിക്കും. പിന്നെ വൈകുന്നേരമാണ് എല്ലാവരും റൂമിൽ കയറുന്നത്. ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ഇറങ്ങിയത്. എല്ലാ റൂമിലും കയറി ഇറങ്ങി വിശേഷങ്ങളും കാര്യങ്ങളും ഫുഡടിയും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുട്ടികളെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് വന്നിട്ട് പിന്നെ മട്ടൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തായിരുന്നു. കുക്കറിൽ വേവിച്ച് വെച്ചേക്കല്ലായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനി റെഡിയാക്കി എടുത്താൽ മതി. നല്ലതായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയായിരുന്നു. ഒരുപാട് കറിയായിട്ട് വെച്ചില്ല, ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയാണ് വെച്ചത്. പിന്നെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ക്യാരറ്റും സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വഴറ്റിയിട്ട് പിന്നെ റൈസും കൂടെയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം റൈസ് വേവിച്ചെടുത്തു. പിന്നെ റൈസ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ, ഒരു 10 മിനിറ്റിനകം തന്നെ റൈസ് റെഡിയായി. അതിൽ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മട്ടൻ റോസ്റ്റും നെയ്ച്ചോറൊക്കെ റെഡിയായിരുന്നപ്പം എൻ്റെ കെട്ടിയവന് ഭയങ്കര ഒരു ആഗ്രഹം, ഇല വാട്ടി ഇലയിൽ പൊതിഞ്ഞ് അത് കഴിക്കണമെന്ന്. സത്യത്തിൽ നമ്മൾ ഇലയിൽ കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഏട്ടന് ഭയങ്കര ആഗ്രഹം ഇല വാട്ടിയിട്ട് അതിൽ പൊതിഞ്ഞ് വെച്ച് നെയ്ച്ചോറായിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ഇല ഏട്ടൻ തന്നെ വാട്ടി തന്നു. എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഇലയിൽ പൊതിഞ്ഞ് ചോറും അതിൻ്റെ പുറത്ത് തന്നെ മട്ടൻ കറിയും കൂടി വെച്ചിട്ട് കുറച്ച് സലാഡും കൂടി വെച്ചതിന് ശേഷം പിന്നീട് ഇല നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തു. അപ്പോൾ ഇത് പൊതിയുന്ന സമയത്ത് കണ്ണനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കണ്ണനും കൂടി ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന് നല്ല ഇഷ്ടമായി. അപ്പോൾ അവനും കൂടി വേണമെന്ന് പറഞ്ഞു ഒരു പൊതി ചോറ്. പിന്നീട് ഞാൻ വീണ്ടും ഇല ഒന്ന് വാട്ടി അവനും കൂടി ഒരു പൊതി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർത്തൂന് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കാർത്തും ഇലയിൽ പൊതിഞ്ഞില്ല, ഇലയിൽ തന്നെയാണ് കഴിച്ചത്. നമുക്ക് വേണ്ടിയിട്ട് പൊതി ഇങ്ങനെ റെഡിയാക്കി എടുത്തില്ല.
അതിനുശേഷം എല്ലാവരും ഫ്രഷായിട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. 2 മണിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക്. നമ്മുടെ പൊതിനെയ്ച്ചോറ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ എന്താ മണമായിരുന്നെന്നറിയോ. കണ്ണനും ഏട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പോകണം എന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്തായാലും പുറത്തേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ പുറത്തിറങ്ങി. അതിനുശേഷം ഞങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. മുസഫ അടുത്ത് ഒരു ബീച്ച്. അപ്പോൾ എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൽ വീഡിയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു, ഡയറക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്താണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. കറക്റ്റ് അതിലും പ്രോപ്പർ പ്ലേസ് ഏതാണെന്ന് പറയുന്നില്ല. മുസഫ ബ്രിഡ്ജ് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് കഴിഞ്ഞ് നേരെ സ്ട്രേറ്റ് പോകുന്നത് ഈ ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കും അവിടെ ചെന്നിട്ട് അറിയാൻ വയ്യായിരുന്നു ഇതിൻ്റെ പ്ലേസ് ഏതാണെന്നുള്ളത്. ഞങ്ങൾ ഈ ലൊക്കേഷൻ ബേസ് ചെയ്താണ് പോയത്. കറക്റ്റ് പ്ലേസിൽ തന്നെ എത്തി. ശരിക്കും പറഞ്ഞാൽ അവിടെ പാർക്കിങ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ലായിരുന്നു. സൈഡിൽ തന്നെയാണ് വണ്ടി ഇട്ടത്. അപ്പം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞങ്ങളും വണ്ടി ഇട്ടത്. നല്ലൊരു ബീച്ചായിരുന്നു അവിടെ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈവനിങ് കഴിഞ്ഞിട്ടല്ലേ പോയത്. അപ്പോൾ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. അധിക ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സൈലൻറ്റ് ബീച്ചായിരുന്നു. കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഫാമിലി ഉള്ളായിരുന്നു. ഫാമിലി നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഫാമിലി ഇരിപ്പുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ സൈഡിൽ തന്നെ കുറച്ച് പേര് നിന്ന് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളും കുറേ നേരം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു. കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോയില്ല. അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടല്ലല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ലതായിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് എവിടെ പോയാലും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെയും പോയിട്ട് ഇത് തന്നെയായിരുന്നു പ്രധാന പരിപാടി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് മാറി സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കണ്ടില്ല. കുറച്ച് സൈഡ് മാറിയിട്ടാണ്. ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് നന്നായിട്ട് കാണിക്കാൻ പറ്റില്ല. കുറച്ച് സൈഡ് മാറിയിട്ട് ഉണ്ടായിരുന്നു സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രാത്രി ആയപ്പോഴത്തേക്ക്, അധികം രാത്രി ആയില്ല എന്നാലും നല്ലതായിട്ട് ഇരുട്ട് വീണപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് പതിയെ സ്ഥലം വിട്ടു. എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ പോയി. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മളും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഷവർമയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പം രാത്രി കൂടി മട്ടനും നെയ്ച്ചോറും ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് ഷവർമ വാങ്ങി. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷവർമ ആയിരുന്നു കേട്ടോ. ഒരു ബോക്സ് വാങ്ങിയത് ഒരു 57 dirhams ആയിരുന്നു അതിന്. അപ്പോൾ ഒരു ബോക്സ് ആക്കിയിട്ടാണ് അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഷവർമകളായിരുന്നു. കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിക്കിൾസും തഹിനി പിന്നെ മയണൈസ് ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഷവർമകൾ. ഒന്ന് നമ്മൾ സാധാ ഗ്രില്ല്, പിന്നെ ഒരു ഗ്രീൻ കാണുന്നത് പുതിനയിലയും നമ്മുടെ ഫലാഫിലും കൂടി ഫില്ല് ചെയ്തതായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് കബാബിൻ്റെ ടേസ്റ്റായിരുന്നു. പിന്നെ ഒന്ന് നോർമൽ മയണൈസ് ഗാർലിക് പേസ്റ്റും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഷവർമ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് വാങ്ങുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതായിരുന്നു, ഷവർമയായിരുന്നു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്